രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാളികയിൽ തറവാട്. ആ വലിയ വീടിന്റെ ഗേറ്റിൽ ഓട്ടോറിക്ഷ വന്ന് നിന്നപ്പോൾ അതിലിരുന്നുകൊണ്ട് മതിലിൽ പിടിപ്പിച്ച നെയിം ബോർഡ് കണ്ട് മാളവിക ഉറക്കെ വായിച്ചു. ഇവിടെ ഇരുന്ന് വായിക്കാതെ കൊച്ചേ, നീ അകത്തേക്ക് കയറി ചെല്ലും. അവിടെ ഋഷി സാറിന്റെ അപ്പൂപ്പനുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ ഋഷി സാറും ഉണ്ടാവും. പുള്ളി അമേരിക്കയിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ കാര്യമില്ല, ഞാൻ പരമേശ്വര അപ്പൂപ്പനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മോളെപ്പോലെ അയാൾ നോയിക്കോളും. എനിക്ക് സമയമായി. ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇന്നാണ് പ്രസവ ഡോക്ടറെ കാണാൻ ചെല്ലേണ്ടത്. എനിക്കിത് 8ാം മാസമായില്ലേ. ഇനി എന്നെക്കൊണ്ട് ജോലിക്ക് പറ്റില്ലെന്ന് കരുതിയിട്ടല്ലേ നിന്റെ തൽക്കാലം അവിടെ ജോലിക്ക് നിൽക്കാൻ പറഞ്ഞ്. അല്ലെങ്കിൽ പഠിത്തക്കാരിയെ നിന്നെ ഞാൻ ഈ ജോലിക്ക് വിടും. ഒരു 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. തിരിച്ച് ഞാൻ ജോലി കയറും വരെ. അതുവരെ എൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. സുമചേച്ചി വരാതെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? മാളവികൽപ്പം ഭയം പ്രകടിപ്പിച്ചു. ഒറ്റയ്ക്കോ? ഇനിയുള്ള കാലം അവരുടെ കൂടെയല്ലേ നീ കഴിയേണ്ടത്? അവിടുത്തെ അടുക്കളപ്പണിക്കല്ലേ നീ പോകുന്നത്? സുമചേച്ചിയുടെ സ്വരം കടുത്തപ്പോൾ അവൾ വേഗം റിക്ഷയിൽ നിന്നിറങ്ങി. അവൾ ഇറങ്ങേണ്ട താമസം. ആ വിട്ടോ ചേട്ടാ. സുമയും കൊണ്ട് റിക്ഷ മുന്നോട്ട് പോയി. മാളവിക പരിസരം ഒന്ന് വീക്ഷിച്ചു. ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. മാളവികയിൽ തറവാടിന്റെ ഗേറ്റ് മുതൽ വീട് വരെ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൾ അതിലൂടെ നടന്നു. വീടിന് മുമ്പിൽ ഒരാൾ ഇരിക്കുന്ന ദൂരെ നിന്ന് അവൾ കണ്ടു. ചെറുപ്പക്കാരനാണ്. അതായിരിക്കും സുമചേച്ചി പറഞ്ഞ ഋഷിത് സാറ്. ശരിയായിരുന്നു, അതാണ് ഋഷിത്. ഋഷിത്ത് രാവിലെ തന്നെ എഴുന്നേറ്റുടനെ മാർഷൽ ആർട്സിന്റെ വ്യായാമമൊക്കെ ചെയ്ത് സിറ്റൗട്ടിലെ കസേരയിൽ നിന്ന് മൊബൈലിൽ തോണ്ടുകയായിരുന്നു. ഒരു പെൺകുട്ടി ഒരു കൊച്ചു ബാഗും തൂക്കി തുറന്നെടുക്കുന്ന ഗേറ്റിലൂടെ കടന്നു വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാളു സിറ്റൗണിന് മുമ്പിൽ വന്നിന്ന് അവനോട് ചോദിച്ചു, പരമേശ്വര അപ്പൂപ്പന്റെ വീടല്ലേ? ആണല്ലോ. എന്താ? ആരാ? ഞാൻ മാളു. ഈ വീട്ടിൽ അടുക്കള ജോലിക്ക് വന്നാ. ആണോ? എങ്കിൽ അകത്തേക്ക് പോയിക്കോളൂ. അവൾ അത് കേട്ട് അനുസരിക്കണോ വേണ്ടെന്നറിയാതെ ഒരു നിമിഷം അന്തിച്ച് നിന്നു. എന്നിട്ട് അവന്റെ മുമ്പിൽ നിന്നെടുത്ത് തന്നെ അവൾ വീടിനകത്തേക്ക് കഴുത്തു പൊക്കി നോക്കി. ആരെയും കാണുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിപ്പറിച്ച് നോക്കിയിട്ടൊരു കാര്യമില്ല. പറഞ്ഞു കേട്ടില്ലേ അതോട്ട് ചെല്ലാൻ? അവന്റെ സ്വരത്തിലുള്ള ദേഷ്യം അവളൊരു നിമിഷം ചിന്തിപ്പിച്ചു. അവൾ ഞെട്ടിത്തരിച്ച് അവനെ നോക്കി നിന്ന് പോയി. എന്താ മടിക്കുന്നത്? തന്നെ താലപ്പുലായിട്ട് ആനയിച്ചുള്ളിലോട്ട് കൊണ്ടുപോകണോ? അങ്ങോട്ട് ചെല്ലുവണേ. അവിടെ അകത്ത് അപ്പൂപ്പൻ പ്രാതൽ കഴിക്കുക. അതും പറഞ്ഞ് ഋഷിത്തിന്റെ ശ്രദ്ധ വീണ്ടും മൊബൈൽ തന്നെയായി. അവൾ അകത്ത് കയറി. മാളവിക അകത്തേക്ക് ചെന്നു. പരമേശ്വരൻ അപ്പൂപ്പിനിരുന്ന് ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ, നീ വന്നോ? ഇവിടുത്തെ വേലക്കാരി സുമ പറഞ്ഞ കൊച്ചാണല്ലേ? അതെ അപ്പൂപ്പ. ജോലിയൊക്കെ അറിയാലോ? അറിയാം. ഇതുപോലെ വലിയ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടോ? കുഞ്ഞുനാൾ സുമ ചേച്ചിയുടെ കൂടെ പല വീടുകളും പോയിട്ടെല്ലാം കണ്ട് പഠിച്ചിട്ടുണ്ട്. ആ, അത് ശരി. അപ്പോൾ തുടക്കാണല്ലേ? സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഈ സുമ ആദ്യകാലങ്ങളിൽ വലിയ കുറേ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം വേറെ എവിടെയും പോയിട്ടില്ല. ഞാൻ വിട്ടിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിച്ച്. അതുപോട്ടെ, എന്താ നിന്റെ പേര്? മാളവിക. എല്ലാവരും മാളു എന്ന് വിളിക്കും. അപ്പം മാളു ഇന്ന് തന്നെ ജോലിക്കായിരിക്കോ? അതാ ഞാൻ രാവിലെ തന്നെ വരാൻ പറഞ്ഞു. അടുക്കളയിലേക്ക് ചെല്ല്. ആ ബേസിൽ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. അതൊക്കെ കഴുകിയ ശേഷം ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണം. ഫ്രിഡ്ജിൽ മീനും ഇറച്ചിയും ഉണ്ട്. സ്റ്റോറിലാണെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങളും തട്ടിൽ വേണ്ടുന്ന പാത്രങ്ങളും. മിക്സി, ഗ്രൈൻഡർ, ഹീറ്റർ ബോക്സ്, ഹീറ്റർ കിറ്റർ, ഗ്യാസ്, ഇലക്ട്രിക് തുടങ്ങി പല ഉപകരണങ്ങളുണ്ട്. ഒക്കെ നോക്കിയും കണ്ടും ചെയ്യണം. കിച്ചന് സമീപമുള്ള ആ ബെഡ്റൂം ഉപയോഗിക്കാം. ശരി അപ്പൂപ്പ. അവൾ അടുക്കളയിലേക്ക് പോയി. മാളവിക കൈപ്പുണ്യുള്ള പെണ്ണാണെന്ന് ഉച്ചക്കത്തെ ഊണ് രാത്രി അത്താഴം കഴിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി. കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ അപ്പൂപ്പിൻ്റെയും ഋഷി സാറിൻ്റെയും റൂമിൽ കൊണ്ടുവച്ചു. അന്ന് രാത്രി മാളവിക അടുക്കളയുടെ സമീപത്തുള്ള ആ ബെഡ്റൂമിൽ കിടന്നു. കൃത്യം 6 മണിയാകുമ്പോൾ തന്നെ അപ്പൂപ്പിന് ബെഡ് കോഫി കൊണ്ടുകൊടുത്തു. പിറ്റേന്ന് പ്രാതലിന് ശേഷം ഉച്ചക്കുള്ള ഭക്ഷണം ഒരുക്കിയായിരുന്നു മാളവിക അടുക്കളയിൽ. അപ്പോൾ സ്ലീവ്ലെസ് ബനിയനും ട്രൗസറും ധരിച്ചുകൊണ്ട് ഋഷിത്ത് അങ്ങോട്ട് കടന്നു വന്നു. ഹലോ മാളവിക. അല്ല മാളു, അതാണ് സ്വീറ്റ്. ഫുഡ് ഉണ്ടാക്കിയാണോ? അതെ സർ. എന്താ ഈ സാറ് വിളി? തന്നെ വല്ല പള്ളിക്കൂടത്തിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ പേര് ഋഷിത്ത്. അടുപ്പുള്ളവർ ഋഷി എന്ന് വിളിക്കും. തനിക്കും അങ്ങനെ ഏതെങ്കിലും വിളിക്കാം. പിന്നെ ഈ സാറെന്ന് വിളിനി കേട്ടുപോകരുത്. ഞാനിങ്ങനെയാ സർ പേര് വിളിക്കുക. അതെന്താ വിളിച്ചാ? താൻ നഴ്സറി കുഞ്ഞൊന്നല്ലല്ലോ. അത് എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെയെങ്കിലും ഒരു വയസ്സിനെ ഞാൻ മൂത്ത ചേട്ടാന്ന് വിളിച്ചോ. ശരി സർ. സോറി ഋഷിത്തേട്ടാ. അതൊക്കെ പോട്ടെ, തനിക്ക് ചക്ക പറിക്കാൻ അറിയോ? ചക്കയോ? എവിടുന്നാ? സാധാരണ ചക്ക എവിടെ ഉണ്ടാവാറ്? മരത്തില്, പ്ലാവില്. അതന്നെ. അത് പറിക്കാൻ അറിയാന്നാ ചോദിച്ചത്. അയ്യോ, എനിക്ക് മരം കയറാൻ അറിയില്ല. ആ, കയറാതെ തന്നെ പറ്റുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? ആ, തോട്ടി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് മരത്തിൽ നിന്നാ പറിക്കേണ്ടത്? നീ വാ, ഞാൻ കാണിക്കാം. ഋഷിത്ത് മാളുവിനെയും കൂട്ടി വീടിന് വെളിയിലിറങ്ങി. മുറ്റത്ത് നൽപ്പം വടക്ക് മാറി നിൽക്കുന്ന ആ പടുകൂറ്റൻ പ്ലാവിന്റെ ഏറ്റവും മുകളിലെ ശിഖരത്തിന്റെ തുഞ്ചത്തിരിക്കുന്ന ചക്ക കാണിച്ചിട്ട് പറഞ്ഞു, ദാ അതാ പറിക്കേണ്ടത്. അയ്യോ, എനിക്കൊന്നും പറ്റില്ല. എനിക്ക് മരം കയറാൻ അറിയില്ല. ഇനി പക്ഷെ തോട്ടിയുണ്ടെങ്കിൽ പോലും പറ്റില്ല. അത്രയും ഉയരത്തിലാ.
മാളു തന്നെ നിസ്സായാവസ്ഥ അറിയിച്ചു. ആ സാറില്ല പോട്ടെ. ഋഷിത്ത് അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ചോറ് വെന്തെന്ന് തോന്നുന്നു. ചോറൊക്കെ വേവിച്ചെടുത്ത് കറിക്കുള്ള എന്തോ കട്ട് ചെയ്യുന്നതിനിടയിൽ പുറത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. മരത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ഋഷിത്ത് നടുവിൽ താഴെ വീണോ? അവൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. പ്ലാവിൻ ചോട്ടിൽ ചക്ക വീണ് കിടക്കുന്നു. ചക്ക വീഴുന്ന ശബ്ദമാണ് കേട്ടത്. കേമം തന്നെ. ആ തുഞ്ചത്തുള്ള കൊമ്പി കയറി ചക്കയിട്ട് പുള്ളി ഒരു കൂശില്ല മരത്തിയും താഴോട്ട് ഇറങ്ങി വരികയാണ്. വീണ ചക്കയും എടുത്ത് അവൻ അടുക്കളയുടെ പിന്നാമ്പുറത്ത് പോയി വെട്ടിത്തെരിച്ച് പീസാക്കി മാളുവിനോടുത്തോണ്ട് പറഞ്ഞു. ഇത് വിളഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെയുള്ളതിന് അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞുനാൾ ഈ പ്ലാവ് ചെറുതായിരുന്നപ്പോൾ ഞാൻ ചക്ക ഇട്ടാലേ അമ്മ എനിക്ക് ഇതുപോലത്തെ വിളയാത്ത ചക്ക കൊണ്ട് കടുകിട്ട് വറുത്തെടുത്ത തോരൻ ഉണ്ടാക്കി തരും. അവൻ പറഞ്ഞിട്ട് മാളു ഋഷിത്തിന് വേണ്ടി ചക്കത്തോരൻ ഉണ്ടാക്കി കൊടുത്തു. സൂപ്പർ മാളു, അതേ ടേസ്റ്റ്. അപ്പൂപ്പൻ പറഞ്ഞനുസരിച്ച് രാവിലത്തെ വ്യായാമത്തിന്റെ ഭാഗമായി കറിക്ക് വേണ്ടുന്ന തേങ്ങകളൊക്കെ അവൻ പൊതിച്ചു കൊടുത്തു. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ജോലിയിലൊക്കെ അടുക്കള ഋഷിത്ത് മാളുവിനെ സഹായിച്ചു. കലിപ്പനാണെങ്കിൽ ഋഷിത്തിന്റെ പെരുമാറ്റം മാളു നന്നായി ഇഷ്ടപ്പെട്ടു. അവന് അവളൊരു വേലക്കാരിയായി കണ്ടില്ല. കുറച്ച് നാളുകൾ കൊണ്ട് ഇരുവരും നല്ല അടുപ്പത്തിലായി. ക്രമേണ അത് വളർന്ന് പ്രണയമായി മാറി. അപ്പൂപ്പൻ അധികം അടുക്കള ഭാഗത്തും മറ്റും വരാറില്ല. ഈ സന്ദർഭങ്ങളിലൊക്കെ അവർ പരസ്പരം ഹൃദയം കൈമാറി പലതും സംസാരിച്ചു. ഒരു ദിവസം എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് പറഞ്ഞ് മാളികയിൽ വീട്ടിലുള്ള ജോലികളൊക്കെ വേഗം തീർത്ത് അവളുടെ വീട്ടിലേക്ക് പോയി. ഋഷിത്തിന് പട്ടണത്തിൽ പോയി വരാൻ നേരത്ത് അവളുടെ നാട്ടിലൂടെയാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ മാളുവിനെ പിക്ക് ചെയ്ത് വരാമെന്ന് കരുതി അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു കൊടുത്ത പോയിന്റിലെത്തി അവൻ വണ്ടി നിർത്തി. പക്ഷെ അവളെ കണ്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ കാറിൽ നിന്നിറങ്ങി അവിടെ കണ്ട ഒരാളോട് മാളുവിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചു. അയാൾ വളരെ പെട്ടെന്ന് തന്നെ റോഡരികിലുള്ള വലിയൊരു കൊട്ടാര സദൃശ്യമായ 3 നില കാണിച്ചു പറഞ്ഞു. അതാണ്. അയ്യോ അതല്ല, ഞാൻ ചോദിച്ച എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പാവപ്പെട്ട സെർവൻറ്റിൻ്റെ ഇതല്ല. സോറി, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് യുവാവ് കടന്നുപോയി. മാളു ഓടിക്കതച്ച് പെട്ടെന്ന് കാറിനുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഓ, എവിടെ ഉണ്ടായിരുന്നോ? ഫോൺ കിട്ടാതെപ്പോൾ കുറെ അന്വേഷിച്ചു. വാ പോവാ. അവൾ വേഗം കാറിനകത്ത് കയറി. ഋഷിത്ത് അവളെയും കൂടി തറവാട്ടിലേക്ക് പോയി. ഒരു ദിവസം, ഋഷിത്തേട്ടാ, സത്യത്തിൽ നമ്മൾ മാനുഷികപരമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഈ തെറ്റ് ചെയ്യുന്നതെന്നും തോന്നിപ്പോവുക. ഋഷിത്തിന്റെ കരലാളനയിലിരുന്ന് അവൾ ചോദിച്ചു. ഞാനല്ലേ, ഞാൻ മാനസികമായ അടുപ്പം കൊണ്ട് തന്നെയാണ് നിന്നെ സ്പർശിക്കുന്നതും തൊടുന്നു. ഋഷിത്ത് അവൻ്റെ ഉള്ളു തുറന്ന് കാണിച്ചു. ഞാനും അങ്ങനെ തന്നെയാ, ചുമ്മാ ചോദിച്ചാ. മാളു എത്ര വരെ പഠിച്ചു? ഞാൻ MBA. ഓ മൈ ഗോഡ്, MBA കാരിയാണോ? ഞാനും അതേ ഡിഗ്രി തന്നെയാണ്, പക്ഷെ അമേരിക്കയിൽ നിന്നാണ് പഠിച്ചെന്ന വ്യത്യാസം മാത്രം. എന്നിട്ട് അവിടെ ജോലിക്ക് ശ്രമിക്കാൻ നാട്ടിൽ വന്ന എന്തിനാ? ഞാൻ ഇവിടെയാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ല മാളു, നീ എന്താ പോലെ കമ്പനിയിൽ കയറി പറ്റാൻ നോക്കാത്തത്? പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, നീ ഇങ്ങനെ അടുക്കള ജോലിക്ക്? അയ്യോ, അത് ഇവിടുത്തെ സെർവൻറ്റ് സുമചേച്ചി ഗർഭിണിയായപ്പോൾ തൽക്കാലത്തേക്ക് വന്നതാ. അപ്പോൾ മാളുവിൻ്റെ കുടുംബം? മാളു തന്നെ പോലെ തന്നെ ഡിഗ്രി എടുത്തവളാണെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഋഷിത്ത് മാളുവിൻ്റെ കാര്യത്തിൽ ഏറെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചു. എൻ്റെ അച്ഛൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, GKSSൻ്റെ ഓണർ ഗോപാലക്കുറുപ്പ്. കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്ന ചില്ലി പൗഡർ വ്യവസായിയായിരുന്നു. മസാലപ്പൊടി, കറിപ്പൊടി, മുളക് പൊടിയൊക്കെ അതിൽ പെടും. ഞാനും അച്ഛനും അമ്മയും സ്വർഗീയമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ ആക്സിഡൻറ്റ് മൂലമുണ്ടായ മരണം. പിന്നെ കമ്പനി ചുമതലയെല്ലാം എൻ്റെ അമ്മയ്ക്കായി. വെറും 10ാം ക്ലാസ്സുകാരി അമ്മയ്ക്ക് ഇവിടുത്തെ മാർക്കിൽ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. കൂടാതെ മാനേജറുടെ ചതിയും കൂടിയപ്പോൾ എല്ലാം തകർന്നു. അച്ഛൻ്റെ മരണശേഷമുള്ള ശമ്പളമൊന്നും തനിക്ക് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് അയാൾ വലിയൊരു തുകയുടെ കണക്കുമായി വന്നു. കൂടാതെ ഒരുപാട് ബാങ്കുകളിൽ നിന്നുള്ള വായ്പകളും തിരിച്ചടച്ച ലിസ്റ്റ് അയാൾ കൊണ്ടുവന്നു. കമ്പനിയുടെ അവകാശം അയാൾക്ക് ലീസിന് നൽകിയല്ലാതെ വേറെ വഴിയില്ലെന്ന് അമ്മയ്ക്കും മനസ്സിലായി. എല്ലാം അയാളെ ഏൽപ്പിച്ച് അമ്മ വെറും വീട്ടമ്മയായിട്ട് ഒതുങ്ങി. ഇതിനിടെ രോഗിയായ അമ്മയും ഈ ലോകം വിട്ടു. MBA കഴിഞ്ഞ് വരുമ്പോഴേക്കും സാമ്രാജ്യം തകർന്നൊരു രാജകുമാരിയുടെ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒരു പിടിയുമില്ല. ലീസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അയാൾ കമ്പനി തരാൻ കൂട്ടാക്കുന്നില്ല. ഇതിനിടെ അമ്മയുടെ ചികിത്സക്കായി അമ്മ കമ്പനി അവകാശം തന്നെ അയാൾക്ക് വിറ്റു എന്ന് അയാൾ പറഞ്ഞ് നടക്കുകയാണ്. അതിനുള്ള തെളിവുകൾ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് കൂട്ടാക്കാൻ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന നിലപാടിലായി. തന്നെ കമ്പനിയിൽ പ്രവേശിക്കാൻ തന്നെ വിടുന്നില്ല. പലരും കേസ് കൊടുക്കാൻ പറഞ്ഞു. ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുക. കേസൊക്കെ നടത്താൻ വലിയ ചിലവുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഹായിക്കും. ഈ ഋഷിത്ത് നിന്റെ കൂടെ ഉണ്ടാവും. തുടർന്നുള്ള നടപടികൾ വളരെ വേഗത്തിലായിരുന്നു. കമ്പനി തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാളവിയുടെ പരാതി കോടതിയിലെത്തി. പിന്നെ കുറച്ച് മാസങ്ങൾ നിയമ പോരാട്ടമായിരുന്നു. തെളിവുകളും രേഖകളൊന്നുമില്ലാത്ത കയ്യൂക്കിന്റെ പേരിൽ കൈവശപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്ന ആ കമ്പനി ഒടുവിൽ ആ മാനേജർക്ക് ഇപ്പോഴത്തെ ഉടമയായ മാളവിക്ക് തിരിച്ചു നൽകേണ്ടി വന്നു. തുടർന്ന് ഋഷിത്തും മാളവികയും ചേർന്ന് ആ കമ്പനി പൂർവാധികം പങ്കിൽ നടത്തിക്കൊണ്ടുപോയി. മോനെ, ഈ മുത്തശ്ശിന് പ്രായമായി. നിങ്ങളാണ് ഇപ്പോൾ കമ്പനി ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ വിഭജിച്ച് പിരിയുന്നതിനേക്കാൾ നിങ്ങൾ തമ്മിൽ ചേരുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഋഷിത്ത് പ്രായമായ മുത്തശ്ശൻ്റെ ആവശ്യപ്രകാരം മാളവികയെ വിവാഹം ചെയ്തു. മാളവിക തറവാട്ടിൽ അവളുടെ വീട്ടിലുമായി സ്വർഗതുല്യമായ ഒരു ജീവിതം നയിച്ചു.